എനിക്ക് കുഞ്ഞുനാൾ മുതലേ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായ കുടിക്കുന്നതിന് പകരം ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ സ്കൂൾ വിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇന്ന് എന്തായിരിക്കും വീട്ടിൽ കറി എന്നുള്ളത്. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഉമ്മാക്ക് നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കറിയായിരിക്കും കേട്ടോ മിക്കവാറും ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ വെക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ കിളിമീൻ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് വെക്കുന്നത്, ഇങ്ങനെ പൊടികളൊക്കെ ചൂടാക്കിയിട്ട് വെക്കുന്നത്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് എനിക്കത് കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പോൾ എൻ്റെ ഉമ്മാനെ വിളിച്ച് ഞാൻ റെസിപ്പി ചോദിച്ച്, സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിൻ്റെ 7 അയലത്ത് വന്നില്ല ഞാൻ ഉണ്ടാക്കിയിട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഉമ്മമാരുടെ കൈപ്പണി ഒരിക്കലും മക്കൾക്ക് കിട്ടത്തില്ല. അതെങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ ഭയങ്കര കൊതിയോടെ എന്തെങ്കിലും ആഗ്രഹിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് തിന്നാൻ തോന്നത്തില്ല. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കും. പിന്നെ എനിക്ക് കഴിക്കാൻ നേരം ഞാൻ കുറച്ച് വല്ലതായിരിക്കും കഴിക്കുന്നത്. ആ കൊതിക്കൊത്ത് ഞാൻ കഴിക്കത്തില്ല. വീട്ടിലായിരുന്ന ടൈമിൽ ഉമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊന്നും വലിയ വില കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് മാറി നിന്നപ്പോഴാണ് അതിന് എത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന ടൈമിൽ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ അയച്ചിടും കേട്ടോ എൻ്റെ ഉമ്മാക്ക് ഇത്രയും കറികൾ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞ്. പാവ ഒരെണ്ണം പോലും വിടാതെ എല്ലാം ഉണ്ടാക്കി വെക്കും. വീട്ടിലെത്തി അതൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമില്ലേ, അതൊന്നും പറഞ്ഞു തന്നാൽ മനസ്സിലാകത്തില്ല. എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ഇതേപോലെ കല്യാണം കഴിഞ്ഞ പെൺപിള്ളേർക്കും പിന്നെ പ്രവാസികൾക്കും അത് നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് മീൻകറിയൊക്കെ സെറ്റാക്കി. പിന്നെ കുറച്ച് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ നല്ല തിളച്ച് വരുന്നുണ്ട് മീൻകറി. അപ്പോൾ നല്ല സ്മെല്ല് വരുവേ. ശരിക്കും പറഞ്ഞാൽ എന്ത് കറി ഉണ്ടാക്കിയാലും അതിലെനിക്കൊരു സ്റ്റോറി കാണും കേട്ടോ. ഈ ചെറുപയർ ഉണ്ടാക്കാൻ നേരം എനിക്ക് സ്കൂൾ കാലമാണ് ഓർമ്മ വന്നത്. കാരണം സ്കൂളിൽ ഒരിടയ്ക്ക് കഞ്ഞിയും പയറും ആയിരുന്നല്ലോ ഭയങ്കര ഹിറ്റ്. ഈ കഞ്ഞിയും പയറും എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പം എൻ്റെ ചോറും പാത്രത്തിൽ ഞാനിങ്ങനെ പാഴ്സൽ വാങ്ങിച്ച് കൊണ്ടുവന്ന് എൻ്റെ ഉമ്മാക്ക് കൊടുക്കുമായിരുന്നു. ഈ ചെറുപയറിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെളുത്തുള്ളി ഒന്നും ഇടാറില്ല കേട്ടോ, ചെറിയ ഉള്ളി ചതച്ചതാണ് ഇടുന്നത്. ഇത് മീൻകറിക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മ പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും മീൻകറിക്ക് ആവശ്യമില്ലെന്ന്. അങ്ങനെ ഞാൻ ഇതിലോട്ട് ഇട്ടെന്നേ ഉള്ളത്. അങ്ങനെ അതേ ചെറുപയറൊക്കെ സെറ്റാക്കി. ഇതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് മീനും കൂടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീനും പൊരിച്ച് ഇനി നമുക്ക് ചോറ് തിന്നാം. അങ്ങനെ അതേ കുറച്ച് ചോറിട്ട്. പിന്നെ മീൻകറി എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പം ഈ കളറല്ല കേട്ടോ, നല്ല കറുത്ത കളറായിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. എന്തായാലും ഞാൻ ഈ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഉമ്മാനെ കൊണ്ട് ഈ മീൻകറി ഉണ്ടാക്കിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തിടാവേ. അങ്ങനെ ചെറുപയറും പിന്നെ മീൻകറിയും കൂടെ കൂട്ടി നല്ല രീതിക്ക് കുഴച്ച് കഴിച്ച്